വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെട്രോ സ്റ്റേഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. 3 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും 1/2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസായി വരുന്നത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്ററും ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് 8 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും കാക്കനാടേക്ക് 10 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും വൈറ്റിലയിലേക്ക് 4.3 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ജാളി വർക്കും സ്ക്വയർ ടോപ്പ് ഡിസൈനും സ്പോട്ട് ലൈറ്റും വാൾ ടൈലുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. റോഡിന്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഒരു വിക്കറ്റ് ഗേറ്റും വന്നിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. സിറ്റ് ഔട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് KW വാട്ടർ കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും വരുന്നുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. 2-3 ചെയറിടാനുള്ള സ്പേസ് ഉണ്ട്. സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിന്റെ ഇരുഭാഗത്തായിട്ടും പ്ലാന്റർ ബോക്സുകളും നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടാണ് വരുന്നത്. ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് ഈ ലിവിങ്ങിന് വരുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. അത്യാവശ്യം ഡെക്കർ സ്പേസും സ്റ്റോറേജും ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ വരുന്നത്. പിന്നീട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി വാൾ ടൈലും ടെക്സ്ചർ വർക്കും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മോഡേൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ പോളി ക്യാബിൻ്റെ സ്വിച്ചസും വീഗാണ്ട വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോസി പാറ്റേണൽ ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡായിട്ട് തേക്കും ആഞ്ഞിലിയുമാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ഭംഗിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റും സ്റ്റോറേജ് സ്പേസോടും കൂടിയിട്ടാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്ക് ടാപ്പ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ള ഒരു കൗണ്ടർ സ്പേസും സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് 2 സൈഡിലേക്കും ഗ്രിൽ ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വാളിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളോടുകൂടി ഈ ഒരു ബെഡ്റൂമിന് കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സിംബോളോടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് നമുക്കൊരു സീറ്റിംഗ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഭംഗിയെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പൺ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് കൂടി ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റെയർ വഴിയാണ് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. വാളിലൊക്കെ തന്നെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൻ്റെ ഇരുഭാഗത്തുമായിട്ട് വലുപ്പമുള്ള വാൾഡ്രോബുകളും നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സിംബോളോടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. വോളിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകി എല്ലാം തന്നെ സിംബോളോടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് ജാളി വർക്ക്സും വരുന്നുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിൽ നൽകിയിരിക്കുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.